പ്രിയരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ. ഇന്ന് നമുക്ക് ഒരു നാട്ടുമ്പുറങ്ങളിലേക്കുള്ള പേറ്റുപുളി, അതായത് പയറ്റുപുളി, മുളയാറ് എന്നൊക്കെ പേരിൽ നിങ്ങൾക്കൊക്കെ അറിയാമോ എന്നറിയില്ല. പ്രസവിച്ചൊക്കെ കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതുപോലെ പണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാനെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അമ്മുമ്മ മമ്മിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മയൊക്കെ. ഈ കറി ഒരു വെറൈറ്റി കറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ട് ഇത്തിരി എരിവോടൊക്കെ ഉള്ള ഒരു കറിയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, എരിയുള്ള കറി ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ടൊരു തേങ്ങ, അതിനകത്തൊരു 4-5 കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം, 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക്. ഇത്രയും സാധനം നല്ലപോലെ വറുത്തെടുക്കണം. പിന്നെ ഇതുപോലുള്ള കൊച്ചു വെറൈറ്റീസായിട്ടുള്ള വീഡിയോസല്ല, കറികൾ വെക്കാൻ വേണ്ടി കറികൾ വെക്കുന്നത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം ബെൽ ബട്ടൺ പിന്നെ ക്ലിക്ക് ചെയ്യുക. ലൈക്കോ കമൻറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അടിക്കുക. എന്നാലേ നമുക്കൊരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ, മുമ്പോട്ട് പോകാനുള്ള ഒരു ഊർജ്ജവും എല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ തേങ്ങ നല്ലപോലെ വറുത്തെടുക്കണം. അതായത് നല്ല കളറൊക്കെ മാറി കരിയരുത്, തീ കുറച്ച് വെച്ചൊക്കെ വറുത്തെടുക്കുക. അതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം, ഈ മസാല മൂപ്പിക്കുകയൊന്നും വേണ്ട, ഓഫ് ചെയ്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിയോ എരിയുള്ള മുളകാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അതുപോലെ തന്നെ തത്തുല്യമായ നമ്മുടെ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിനെ നല്ലപോലെ തീ ഓഫ് ചെയ്തിട്ടേക്കോ, അത് വേണ്ട, തീ ഓണാക്കുകയൊന്നും വേണ്ട. അങ്ങനെ അതിനെ ഒന്ന് മാറ്റി തണുപ്പിക്കാൻ വെക്കാം. ഒരു ഒരു കഷ്ണം പുളി എടുത്ത് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഇത് പിഴിഞ്ഞ് അതിനകത്ത് ഒഴിക്കണം. ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് അരയ്ക്കുന്ന കൊച്ചുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയാണ്. ഒരു 7 കൊച്ചുള്ളി, 5-6 പിന്നെ വെളുത്തുള്ളി, അതിനെ കഷ്ണമായിട്ട് ഇച്ചിരി വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ച് വെക്കണം. ഇത് പച്ചയ്ക്കായി എടുത്ത് ചേർക്കുന്നത്. ഇതിൻ്റെ മണമാണ് ആ കറിയുടെ ടേസ്റ്റും. നല്ല രുചിയാണ്. ചോറിന് ഇത് മാത്രം മതി, മീനോ ഇറച്ചിയോ ഒന്നും വേണ്ട ആവശ്യമില്ല. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിൽ അരച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മസാല ചേർത്ത് തണുപ്പിക്കാൻ വെച്ചതിന് മിക്സിയുടെ ചെറിയ ജാറിൽ ചെറുതായിട്ട് ഫൈനായിട്ട് അരച്ച് പേസ്റ്റ്, അതായത് അരച്ച് എണ്ണ തെളിയുന്നവർ അരച്ചെടുക്കണം. നല്ലപോലെ എണ്ണ തെളിയുന്നവർ അരച്ചെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. വെള്ളം ചേർത്ത് അരച്ചിട്ട് കൊത്തനും വെള്ളം കണക്ക് അരച്ചിട്ട് കാര്യമില്ല, നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ച് വരണം. എണ്ണ തെളിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അരയുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. നല്ലപോലെ പൊടിച്ചതിന് ശേഷം. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് ഇങ്ങനെ ആയാലേ ഇതിന് രുചി വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഇങ്ങനെ തന്നെ ചെയ്യണം. ഇനി ഒരു അടുപ്പത്തോട്ടൊരു ഉരുളിയോ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഈ മസാല ആദ്യം അങ്ങോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്നതെല്ലാം അങ്ങോട്ട് ചേർത്ത് അതിനെയും കഴുകി ഒരു 2-2.5 ഗ്ലാസ് വെള്ളം. കാര്യം ഇതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ പിണറം പുളി നമ്മൾ ഇടുന്നുണ്ട്, മറ്റേ മീനകത്തൊക്കെ ഇടുന്ന പുളി, ഇതിനകത്ത് ഒരു കഷ്ണം പുളി ഇടും. ഇനി അത് വെള്ളം ചേർത്ത് ഒഴിച്ചതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് അതിനെ തീ കത്തിച്ച് ചൂടാക്കി തിളയ്ക്കാനും വെക്കണം. അതിൻ്റെ കൂടെ തന്നെ തിളയ്ക്കട്ടെ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കഷ്ണം പുളിയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പിഴിയാൻ വേണ്ടി വെച്ചിരുന്ന പുളിയെ ഒഴിച്ച് പച്ചയ്ക്ക് അരച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. ഇതാണ് ഇതിൻ്റെ മണം. അപ്പോൾ ഇത് പ്രത്യേകം മറക്കരുത്, ഇത് പ്രത്യേകം മറക്കാതെ ഇത് ഇട്ടിരിക്കണം നിങ്ങൾ. അതിന് ശേഷം ഒരു 4 പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി, പച്ചമുളക് നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില. ലാസ്റ്റിൽ നമ്മൾ കടുക് വറുക്കുന്നുണ്ട്, അതുകൊണ്ട് കറിവേപ്പില കുറച്ചേ ഇടുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇത് ഈ പാകത്തിന് വേണമെന്ന് 1.25 1.5 നിങ്ങൾക്ക് ആ രുചിക്ക് അനുസരിച്ച് ഉപ്പും ചേർക്കുക. കാര്യം പുളി ഇച്ചിരി ഇതായിട്ട് നിൽക്കും, പുളി ഇത്തിരി കൂടി നിൽക്കും. മറ്റേ പിഴിഞ്ഞ പുളിയും ഇത് വിട്ടേക്കുന്നുണ്ട്, പുളി ഇത്തിരി കൂടുതലായിട്ട് നിൽക്കും. ഇനി നല്ലപോലെ തിളയ്ക്കുക. ഒരു മീഡിയം തീയിൽ വെച്ച് തിളപ്പിക്കുക. എണ്ണ തെളിയുന്നവരെ തിളയ്ക്കണം. എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് കടുക് വറുത്ത് ഇതിനകത്ത് ഒഴിക്കണം. ഇതിൻ്റെ കൂടെ ചോറ്, നല്ല ചൂട് ചോറ് ഈ കറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ മീനും വേണ്ട, ഇറച്ചിയും വേണ്ട, ഒന്നും വേണ്ട, ഭയങ്കര രുചിയാണ്. നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി ഒരു പാത്രം അങ്ങോട്ട് വെച്ച് അതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് അങ്ങോട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില, ഒരു പിടി കറിവേപ്പിലയിട്ട് ഒരു 3 വറ്റൽമുളക് ഇട്ട് അങ്ങോട്ട് മൂപ്പിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് മിക്സ് ചെയ്ത് ഇളക്കി. നാളത്തേക്കൊക്കെയാണ് ഇതിന് ഭയങ്കര രുചിയാവുന്നത്. ഇപ്പോൾ പെട്ടെന്നുണ്ടാക്കി ഈ ടൈമിൽ തന്നെ ഉപയോഗിച്ച് അത്രയും രുചിയാണില്ല. നാളത്തേക്ക് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളിയുടെ മണവും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് കഴിച്ചിട്ടുള്ളവർ പ്രത്യേകം എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഉള്ളവർ ഇത് കഴിക്കാൻ ചാൻസ് ഉണ്ട്. പഴയ ആൾക്കാർ എന്തായാലും വെച്ച് കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം. കഴിക്കാത്തവർ ഒരു വട്ടം ട്രൈ ചെയ്ത്
ലേഡീസ് ആയാലും ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു കമൻറ്റോ അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് മൈ ഡിയേഴ്സ്.